ഹായ്, ഇന്നലെ പുറത്ത് വന്ന മസ്താനിയോട് കുറേ അധികം ചോദ്യം ചോദിക്കുകയാണ് അവിടെയുള്ള ഒരു ആങ്കർ തന്നെ. എനിക്കറിയില്ല ഇത് എടുത്തല്ല, എനിക്കത് സ്ട്രൈക്ക് തരുമല്ലെന്ന് അറിയത്തില്ല. ബട്ട് സ്റ്റിൽ എനിക്കത് എടുത്ത് ഒന്ന് സംസാരിക്കണം തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ എടുക്കുകയാണ്. നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം, എന്താ പറയുന്നതെന്ന്. അവിടുന്ന് തുടങ്ങിയതാണ്. മസ്താനി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഹൗസ് പറഞ്ഞതാണ് കർമ്മ ഇസ് റിയൽ. സോ വാട്ട് ഡു യു സേ? ഈ കർമ്മ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത കൊല്ലത്തും കിട്ടും. സിമ്പിൾ, കൊടുത്തതാ കൊല്ലത്ത് കിട്ടി. പണ്ട് പിന്നെ ഞാൻ ദിസ് ഇസ് വാട്ട് എനിക്ക് പാളിപ്പോയി. മേ ബി ഒനീലിന്റെ ഇഷ്യൂ ആയിരിക്കാം, ആ ഒരു മാറ്റർ ആയിരിക്കാം. മേ ബി കാരണം ടാസ്ക് വൈസ് എനിക്ക് തോന്നുന്നില്ല. ഫാക്ടറി ടാസ്ക് ഒക്കെ എന്റെ കുരുട്ട് ബുദ്ധി ഞാൻ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് എനിക്ക് തോന്നുന്നു ഒനീലിന്റെ ഒരു കേസ് വന്നപ്പോൾ മേ ബി അത് ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. മസ്താനി എവിക്റ്റഡ് അനൗൺസ് ചെയ്തപ്പം ഓഡിയൻസിന്റെ അടുത്ത് വന്ന സ്റ്റേജിൽ ചെന്നപ്പോൾ പോലും ഒരു കൈയടി ഉണ്ടായില്ല. അതെന്തായിരിക്കും കാരണം? അത് മേ ബി എനിക്ക് ഈ ഒരു ഇഷ്യൂ ആയിരിക്കാം എന്ന് തോന്നുന്നു. ദിസ് ഈസ് ദ റീസൺ. ഈ പെണ്ണിനോട് പറഞ്ഞു കൊടുക്കുന്നതും ഈ പെൺകുട്ടി മനസ്സിലാക്കുന്നതും അതാണ്. ഒനീൽ എന്ന പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് എന്നെ പുറത്താക്കിയിട്ടുള്ളത്. സോ ഐ വാസ് മിസ്റ്റേക്കൺ എന്ന ടേമാണ് ഈ കുട്ടിയോട് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ആങ്കറും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നോക്കൂ, അവർ കൈയടിച്ചു, പുറത്തുള്ളവർ കൈയടിച്ചപ്പോൾ പുറത്തുള്ളവർക്ക് അതാണ്. ഒരിക്കലും അല്ല, എനിക്ക് തോന്നുന്നില്ല ഒനിൽ ഇഷ്യൂലാണ് മസ്താനി പുറത്താക്കപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല. അരകണ്ടായിരുന്നു കുറച്ച്. അത് മാത്രവുമല്ല, നിരന്തരമായിട്ട് മറ്റുള്ളവരുടെ പേഴ്സണൽ സാധനങ്ങൾ പുറത്തേക്ക് വിടുന്നുണ്ട്. ആൻഡ് വെറുതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കിതൊക്കെയാണ് മനസ്സിലായത്. അല്ലാതെ ഒനിൽ ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഒനിൽ വിഷയത്തിൽ ഞാൻ മസ്താനിക്കൊപ്പമാണ്. എന്ത് കാരണം കൊണ്ട് മസ്താനി കറക്റ്റാണ്. മസ്താനിയെ പോലെ തന്നെ ആയിരിക്കണം ഓരോ പെൺകുട്ടികളും. ഇപ്പോൾ ആ സ്പോട്ടിൽ നീ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നൊരു ചോദ്യമുണ്ട്. വാട്ട് സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ യാർ. അപ്പോൾ തന്നെ അവൻ സോറി പറഞ്ഞു. അപ്പോഴെനിക്കത് ഫീൽ ചെയ്തില്ല. ഓക്കെ, വീഴാൻ പോയപ്പോൾ പിടിച്ചതായിരിക്കാം എന്നൊരു കൺസേൺ തന്നെയാണ്. ആൻഡ് ലേറ്റർ ആ ടച്ചിലൊരു പ്രത്യേകത തോന്നിക്കാണും. സോ വൈ എനിക്ക് മനസ്സിലാകുന്നില്ല. അവൻ തന്നെ ഈ നമ്മൾ വീഴാൻ പോകുന്നു, അവളെ പിടിക്കുന്നു. ഒരു കോമൺ സെൻസ് ഉള്ള വ്യക്തിയാണോ? അനിലിന്റെ ബോഡി വെയിറ്റ് എന്താണ്, ഈ കുട്ടിയുടെ ബോഡി വെയിറ്റ് എന്താണ്? ഹൗ ഷീ വിൽ ഹോൾഡ്? എങ്ങനെ? അതൊരു കോമൺ സെൻസ് അല്ലേ? ഒനിൽ എന്തിനത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഒനിൽ എന്ന വ്യക്തി വീഴാൻ പോകുമ്പോൾ തോളി പിടിച്ചു. ഓക്കെ, വൈ? അത് ആ ഒരു ഹോൾഡിങ് ഒരിക്കലും കറക്റ്റ് അല്ലെന്നേ. മേ ബി അയാൾ വീഴാൻ പോകുന്നതിൻ്റെ ഒരു ഇതിൽ അയാൾ അത് പിടിച്ചിട്ടുണ്ടാകാം. പക്ഷേ അത് പിന്നെ ടോളറേറ്റ് ചെയ്തു കൊടുക്കണം എന്ന് പറയുന്നത് ശരിയല്ല. അയാൾക്ക് കൈ കയറി പിടിക്കാലോ. അത്രയും ഹാർഡായിട്ട് പിടിക്കണത് അത് ഒരിക്കലും ശരിയായ ഒരു നടപടിയല്ല. അയാൾക്ക് മറ്റൊരു ഇൻറ്റൻഷൻ ഇല്ല, അത് സമ്മതിച്ചു, അത് തർക്കമൊന്നുമില്ല. പക്ഷേ അത് ചെയ്ത തെറ്റാണ്. തെറ്റെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഹീ ഷുഡ് സേ സോറി. അതാണ് വേണ്ടത്. ഞാൻ ചെയ്ത തെറ്റാണ്, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഐ ആം സോറി എന്ന് പറയണം. എന്നതപ്പുറം അതിന് പകരം ആണുങ്ങളോട് മുഴുക്ക, പെണ്ണുങ്ങളോട് മുഴുക്ക, പിന്നെ ചെയ്ത തെറ്റിന് ആണുങ്ങളോട് മുഴുക്ക മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ പ്രതികൂട്ടി നിർത്തുന്നതാണോ ശരി? ലക്ഷ്മി ചെയ്ത മിസ്റ്റേക്ക് അത് അമിക്കബിളി സോൾവ് ചെയ്യാമായിരുന്നു. അതിന് പകരം അത് വലിയ ഒരു വിഷയമാക്കി എന്നുള്ളതാണ്. അത് സമ്മതിച്ചു. മസ്താനിക്ക് എപ്പോഴും നമ്മളൊക്കെ അത് നന്നായിട്ട് ഉപയോഗിക്കാം, മോശമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒനിലിന്റെ പോലുള്ള ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്റ്റോക്ക് പോലും അത് മോശമാവുന്ന മസ്താനിക്ക് ആലോചിച്ചു. അയാൾ വീഴാൻ പോയതാണ്, അയാൾ പിടിച്ചു. ഞാൻ ഒരു കാര്യം പറയാം, മസ്താനിക്ക് പുറകിൽ കണ്ടൊന്നുമില്ല, എന്താ അറിയില്ല. പക്ഷേ അയാളോട് പോയിട്ട് പേഴ്സണലി സംസാരിക്കായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ ആയിരുന്നു അതിൽ വേണ്ടിയിരുന്നത്. അത് ഇതൊന്നും കാണാത്ത ലക്ഷ്മിക്ക് ഇല്ല. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒനിൽ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ അതൊരു ബാഡ് ടച്ച് ആണോ എന്ന് എനിക്കൊരു സംശയം. ഗുഡാണോ ബാഡ് ആണോ എന്നുള്ളത് ഹൗ ലക്ഷ്മിയും മൊത്തം സീൻ കാണാത്ത, ഇതൊന്നും കാണാത്ത ലക്ഷ്മിക്ക് എന്താ പറയാൻ പറ്റുമെന്ന് അത് തനിക്ക് എങ്ങനെ അറിയാടോ? എൻ്റെ പൊന്ന ആൻകറെ, തനിക്ക് എങ്ങനെ അറിയാം? അവൾക്ക് അവിടെ കംഫർട്ടായിട്ട് തോന്നുന്ന ലക്ഷ്മിയാണ്. കാരണം ഇവരൊരു ഗ്രൂപ്പായിട്ട് ഓൾറെഡി അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ലക്ഷ്മിയോടല്ലേ അവൾക്ക് ചോദിക്കാൻ പറ്റൂ. അപ്പൊ ലക്ഷ്മിയാണല്ലോ അതിന് ആൻസർ പറയേണ്ടത്. എന്ത് സ്റ്റുപ്പിഡിറ്റി ആണോ എന്തോ എനിക്ക് മനസ്സിലാകുന്നില്ല. ലക്ഷ്മി ആൻസർ പറയണം. അവർ തമ്മിൽ ഒന്നിച്ചു പോകാനായിട്ട് അത് ആ കുട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് തുടർന്ന് നിങ്ങൾക്ക് കേൾക്കാം. പിന്നെ നമുക്ക് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകാം, അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്നു. ലക്ഷ്മി അത് ഒരു പെട്ടെന്നൊരു എന്താ പറഞ്ഞ, അവൾക്ക് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ദേഷ്യത്തിൽ അങ്ങ് ചാടി വീണാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, അവൾക്ക് ഒരു പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ടാകും. ഇതുപോലെ ഇൻസൾട്ട് ചെയ്തതോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു തരാമയിൽ കൂടെ ആ കുട്ടി പാസ് ത്രൂ ആയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ആ പെൺകുട്ടി അങ്ങനെ റിയാക്ട് ചെയ്തത്. അതായിരിക്കാം. അതിൻ്റെ അർത്ഥം ഇവർക്ക് രണ്ടുപേർക്കും അവനെ നാണം കെടുത്തുന്ന ഇൻറ്റൻഷൻ അല്ല, അത് ചോദിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ലക്ഷ്മി മൈക്കട് അങ്ങനെ ആ ബോസി ടൈപ്പ്, അതാണ് പ്രശ്നമായത്. അത് മനസ്സിലാക്കാനായിട്ടാണോ മനസ്സിലാക്കാത്താണോ അഭിനയിക്കാനാണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഇല്ല, പക്ഷെ ഞാൻ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഞാൻ അപ്പോഴും ലക്ഷ്മിയോട് ക്ലിയർ ആയിട്ട് ചോദിച്ചു, എന്റെ തോട്ടിന്റെ പ്രശ്നമാണോ? എനിക്ക് മീൻസ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ചോദിക്കാം. ഇത് മസ്താനി 2-3 പ്രാവശ്യം പറഞ്ഞു മസ്താനിക്ക് ഇതൊരു വലിയ ഇഷ്യൂ ആക്കാൻ താല്പര്യമില്ല. നല്ല കാര്യം. പക്ഷെ മസ്താനി ഇത് സംസാരിക്കുന്ന 72 ക്യാമറയുള്ള സ്ഥലത്താണ്. മസ്താനിക്ക് ഒരു പക്ഷേ വീട്ടിൽ ഇപ്പോൾ ഒനിൽ പിടിച്ച് ഗുഡ് ആണോ ബാഡ് ആണോ, പക്ഷേ ആ പിടുത്തത്തിന്റെ പ്രഷറിൽ എനിക്കത് മോശമാണെന്ന് തോന്നി. അപ്പോൾ ലക്ഷ്മി പറയുന്നത് മോശമാണ് എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ നിങ്ങൾ തമ്മിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാകുമ്പോൾ ആ വീട്ടിനകത്ത് അറിയാതെ പോകും. പക്ഷെ പുറത്തിരിക്കുന്ന എല്ലാ ജനങ്ങളും ഒനിലിനെ പറ്റി എന്താ വിചാരിക്കുക?
എന്തെങ്കിലും മോശമായിട്ട് ചെയ്തു അത് പോയിട്ടുണ്ടാവും. അവിടെയല്ലേ ഒന്നിൽ പുറത്തിറങ്ങിയാൽ ജീവിക്കണ്ടേ? ഒന്നിന്റെ ക്രെഡിബിലിറ്റി അവിടെയല്ലേ ഉള്ളൂ. വീട്ടിൽ 10 പേരോട് നിങ്ങൾ പറഞ്ഞാലും ദാറ്റ് ഡസന്റ് മേക്ക് എ ഡിഫറൻസ്. ഒരു കണക്കിന് ലക്ഷ്മി ഒന്നിനെ രക്ഷപ്പെടുത്തി എന്ന് ആലോചിച്ച് നോക്കും. അതായത് മസ്താനി പറഞ്ഞ ലക്ഷ്മിയുടെയും മസ്താനിയുടെ ഇടയിൽ നിന്നിരുന്നെങ്കിൽ പുറത്ത് വെച്ചിട്ട് ഒനിലിന്റെ ഇമേജ് മുഴുവൻ പോകും, നാട്ടുകാർ മുഴുവൻ ഭയങ്കര മോശമായിട്ട് എടുക്കും, അങ്ങനെ പുറത്തിറങ്ങി ജീവിക്കാൻ പറ്റാം. ഇത് ലക്ഷ്മി പറഞ്ഞതുകൊണ്ട് നമുക്കതൊരു ഡിസ്കഷൻ എലമെന്റ് ആയി. അപ്പൊ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ലക്ഷ്മി ഒനിലിനെ രക്ഷപ്പെടുത്താൻ ചെയ്തത്. ഇല്ലെങ്കിൽ ഇപ്പൊ പുറത്തൊരു സ്ഥലത്ത് എങ്ങനെയായിരിക്കും ഒനിലിന്റെ ഇമേജ് ഉണ്ടാവുക? നമ്മളുടെ ഡിസ്കഷൻ മാത്രം മേ ബി ഔട്ട് പോയി കഴിയുമ്പോൾ ഈ പോയിന്റ് ഓക്കെ, ഇത് മോഹൻലാൽ പറഞ്ഞിരുന്നെങ്കിൽ അയാൾ ഒരു വ്യക്തിത്വമുള്ള വ്യക്തി എന്ന് ഞാൻ പറയും. ഇത് അവിടെ പറയണമായിരുന്നു, മോഹൻലാൽ അത് പറയണമായിരുന്നു. പക്ഷേ ഈ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഇന്റൻഷൻ ഇല്ല. രണ്ടുപേരും ഇത് രഹസ്യമാക്കി വെക്കാനാണ് ശ്രമിച്ചത്. അതിൽ ഓവർ റിയാക്ട് ചെയ്തത് ലക്ഷ്മി മാത്രമാണ്. ഈ പെങ്കൊച്ചത് വളരെ ക്ലിയർ ആയിട്ട് ആ ക്യാമറകളിൽ ഒന്നും പെടാത്തൊരു സ്ഥലത്ത് പോയി ഇത് പറയാനാണ് അവൾ ആഗ്രഹിച്ചത്. അതുകൊണ്ട് അനാവശ്യമായി അവളെ ചോദിക്കുന്നത് ഒട്ടും ശരിയായ നടപടിയല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. മസ്താനിയുടെ ഭാഗത്താണ് ന്യായമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നു, എന്നെ പിടിച്ചത് ശരിയായില്ല, പിടിച്ചതിന്റെ ഇന്റൻസിറ്റി ശരിയായില്ല, പ്രഷർ ശരിയായില്ല, അപ്പം ലക്ഷ്മിയുടെ വേറൊരു വേർഷൻ പറയും. ആൾക്കാർ ചിലപ്പോൾ ഈ വീടൊന്നും പിടിച്ചതൊന്നും കണ്ടിട്ടുണ്ടാവും. അത് ആക്ച്വലി ഒരു ദാറ്റ് വാസ് നോട്ട് എ റൈറ്റ് ആക്ട് അല്ലേ എന്റെ ഭാഗത്തുനിന്നോ? ആക്ച്വലി അന്ന് നൈറ്റ് എനിക്ക് ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ട് ഞാൻ കുറെ ആലോചിച്ചു. അതിന് മുന്നേ ഞാനും ലക്ഷ്മിയും പ്രവീണൊക്കെ ഇരുന്നിട്ട് മറ്റേ ഗേറ്റിന്റെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിൽ ഞാൻ ഇങ്ങനെ തിങ്ക് ചെയ്യുന്നുണ്ട്, ഇത് മേ ബി ഞാൻ അപ്പോഴും ലക്ഷ്മിയോട് പറഞ്ഞു എന്റെ ചിന്തയുടെ പ്രശ്നമാണോ. അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ അങ്ങനെ ഡിസ്കഷൻ 72 ക്യാമറയുടെ മുന്നിൽ ഞാൻ ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് മൈക്ക് ആക്ച്വലി അതും റൂളിന് അഗെയിൻസ്റ്റാ. ഞാൻ ലക്ഷ്മിയോട് പറയുന്നത് തന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ ലക്ഷ്മി പറ. അപ്പൊ ഞാൻ പറഞ്ഞു റൂമിൽ പോവാം അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ചെന്നു. എന്നിട്ട് എന്റെയും ലക്ഷ്മിയുടെ മൈക്ക് ഞാൻ എടുത്തിട്ട് വാഷ്റൂമിൽ അവിടെ സോഫ ഉണ്ട് അവിടെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എനിക്ക് ഇങ്ങനെ തോന്നി അത് ചോദിക്കണോ അല്ലെങ്കിൽ വിടണോ, എന്റെ തോട്ടിന്റെ പ്രശ്നമാണ്. ഇത് ലക്ഷ്മി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ലക്ഷ്മി ഭയങ്കര ഡ്രാമയായിട്ടാണ് സംസാരിക്കുന്നത്. മൈക്ക് ഇടുന്നു അപ്പൊ നിർത്തായിരുന്നു. ഇല്ല, ഞാൻ അപ്പൊ തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ പറയുന്നത് എന്താ മസ്താനി, എനിക്ക് എപ്പോഴും ബാഡ് ടച്ച് ആണോ ഗുഡ് ടച്ച് ആണോ എന്ന് ഒരാൾ വീഴാൻ പോകുമ്പോൾ അത് സ്വാഭാവികം. നമ്മൾ ആദ്യം ചോദിക്കേണ്ട അയാളോടാണ്. എനിക്ക് ഇങ്ങനെ നിങ്ങളെ പറ്റി തോന്നി. അതെ, പക്ഷെ എനിക്ക് ആ ഒരു സ്പേസ് ഒനിൽ ചേട്ടൻ്റെ അടുത്ത് എനിക്ക് ഒരു കംഫർട്ടബിൾ അല്ലായിരുന്നു. എന്തിനാ കംഫർട്ടബിൾ? നമ്മുടെ മേത്ത് ഒരാൾ കയറി പിടിക്കുമ്പോൾ നല്ല സ്പേസോ മോശം സ്പേസോ ഒന്നല്ലോ. എന്റെ മേത്ത് ഒരാൾ കയറി പിടിച്ചാൽ എനിക്ക് അയാളോട് നല്ല സ്പേസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കില്ല എന്ന് വെക്കില്ലല്ലോ. അല്ല, ഞാൻ അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്റെ ചിന്തയുടെ പ്രശ്നമാണോ, എനിക്ക് തോന്നിയതാണോ, കാരണം വീഴാൻ പോകുന്നതാണെന്ന് ഞാൻ പറയുന്നുണ്ട്, വീടുന്നതിന്റെ പുറത്ത് പിടിച്ചാൽ പറയുന്നുണ്ട്. എനിക്ക് ഈ ഒരു പോർഷനിൽ ആ ഒരു ഇത് വന്നപ്പോൾ മേ ബി എന്റെ തോട്ടിന്റെ പ്രശ്നമാണോ, ജസ്റ്റ് ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ആശ്വാസം കിട്ടിയേനെ. പക്ഷെ ഇതിപ്പോ എന്റെ ആശ്വാസം മൊത്തം പോയി. സൂപ്പറായിട്ട് മസ്താനി ഇവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ആങ്കറിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ 100% പെർഫെക്റ്റ് ആണെന്നാണ്. നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം, നിങ്ങൾ എങ്ങനെ ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് അവളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല. എനിക്ക് ഇത്തവണത്തെ എല്ലാ കണ്ടസ്റ്റന്റിലും പ്രത്യേകിച്ച് ലേഡീസിനെ സൂപ്പറായിട്ട് തിരിച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. ചുമ്മാ ഒരു പേയ്മെന്റ് കിട്ടും എന്നുള്ള ഒരു ടേം അല്ലെങ്കിൽ ഒരു ഫെയിം കിട്ടും എന്നുള്ള ടേമിൽ സ്വന്തം വ്യക്തിത്വം പണയം വെക്കാത്ത പെണ്ണുങ്ങളെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകത. ഒന്ന് ലക്ഷ്മി, 2 മസ്താനി കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ആരെന്ത് പറഞ്ഞാലും എൻ്റെ ഒപ്പീനിയൻ ഇതാണെന്ന് അവൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അത് കറക്റ്റായിട്ട് എന്നെ ഫീൽ ചെയ്തത്. ഇതിനകത്ത് റോങ് ആയിട്ട് എനിക്ക് ആ ആങ്കറിനെയാണ് ഫീൽ ചെയ്തത്. അല്ല, ഞാൻ അതൊരു ഫണ്ണായിട്ട്, കാരണം അവിടെ അനു പറയുന്ന അനു എന്ത് ഫണ്ണായിട്ട് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാട്. അനു വളരെ സീരിയസ് ആയിട്ടാണ് അവിടെ പറഞ്ഞത്. ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അയാളുടെ മേത്ത് വേറൊരു ആൺകുട്ടിയെ പിടിച്ച് ഉന്തുന്നു. അതിന് ആര് പറഞ്ഞിട്ടായാലും പേർപ്പസ്ഫുള്ളി പ്ലാൻഡ്. മറ്റത് ആക്സിഡന്റ്, ഇത് പ്ലാൻഡ് ആണ്. അതിലും ജീപ്പല്ലേ? ഞാൻ ഫണ്ണായിട്ട് ആണ് നമ്മൾ ഫണ്ടാന്ന് വിചാരിക്കുന്ന സംഭവങ്ങൾ. അനുവിന്റെ മേത്തേക്ക് ഒരു ആണിനെയാണ് ഉന്തുന്നത്. ഇത് തിരിച്ചിപ്പോ ഒരു പെണ്ണ് വന്ന് ഇങ്ങനെ പിടിച്ചിരുന്നെങ്കിൽ മസ്താനിക്കൊന്നും തോന്നില്ലായിരുന്നു അല്ലെ? ഒരു ആൺകുട്ടി വന്ന് പിടിച്ചപ്പോഴാണ് തോന്നുന്നത്. മസ്താനി ഒരു ആൺകുട്ടിയാണ് അനുവിന്റെ മേത്തേക്ക് ഉന്തിയത്. ഇല്ല, പക്ഷെ അത് വെള്ളം ഒഴിക്കാനാണ് ആരും എന്താണെങ്കിലും മസ്താനി അവിടെ ചെയ്ത് ഗോ സീ ദ വിഷ്വൽസ്. ഇറ്റ് വാസ് വെരി ക്ലിയർ. യു വെന്റ് പുഷ്ഡ് ടു ഹർ. അവളുടെ മേത്തേക്ക് ഉന്തി. ഒരു ആൺകുട്ടിയല്ലേ ഉന്തിയത്. അതെ, പക്ഷെ എന്താന്ന് വെച്ചാല് അത് വീടിലാന്നും ആ വെള്ളം അവളുടെ മേത്തേക്ക് ഒഴിക്കാനാണ്. അത് ശരിയാണോ? ഇപ്പൊ എന്റെ മേത്തേക്ക് വേറൊരു ആൺകുട്ടിയെ പിടിച്ച് ഉന്തുന്നത് ഈ സെയിം സാധനമല്ലേ? അതും അങ്ങനെ നമ്മുടെ മനസ്സിൽ നമ്മളെ ഒന്ന് ടച്ച് ചെയ്യുന്നതിന് പോലും പ്രശ്നമുള്ള ഒരു നമ്മളൊരാളുടെ വേറൊരാൾക്ക് അത് ചെയ്യാൻ പാടില്ലല്ലോ. അവർക്കെന്ത് മോശം ഉണ്ടാവും? അയാളുടെ മേത്തേക്ക് ഒരാൾ വീഴുന്നത്. ഞാൻ പറയട്ടെ, ആ ഉന്തലിന്റെ ഇന്റൻസിറ്റിയിൽ ആരും ഇങ്ങനെ പിടിച്ചിരുന്നെങ്കിലോ? അപ്പൊ അത് മോശം. പക്ഷെ ആരെ ക്രിയേറ്റ് ചെയ്തപ്പോ? ആര്യന്റെ വെപ്പണാണോ മസ്താനി? അല്ല, പക്ഷെ അത് ആര്യനെ ഞാനും കൂടി ക്രിയേറ്റ് ചെയ്തു. ആര്യനെ ഞാൻ പറയുന്നത് ആര്യനല്ല ചെയ്തത്, മസ്താനിയാണ് വിഷ്വലിൽ ചെയ്തത്. പക്ഷെ എന്നോട് ചെയ്യാൻ പറഞ്ഞത് ആരും പറഞ്ഞ മസ്താനി എന്തിനു ചെയ്യണം? അല്ല, വെരി റോങ് നരേഷനാണ് ഈ ആങ്കർ ഈ കൊച്ചിനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് അറിയാമോ? ആര്യൻ പറഞ്ഞിട്ട് തന്നെയാണ് ഈ പെൺകുട്ടി ചെയ്യുന്നത്. ആര്യൻ പറയുന്നുണ്ട് അവളുടെ പുറത്തേക്ക് ഞാൻ പോയി വീഴത്തില്ല എന്ന്. അപ്പോൾ നിന്നെ ആരെങ്കിലും തൊടുന്നതിന് കംപ്ലൈൻ്റ് ഉള്ള നീ, അങ്ങനെ അവൾ ഇവിടെയും പറഞ്ഞിട്ടില്ല. മസ്താനിക്ക് അത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് മസ്താനി അത് എതിർക്കാതിരുന്നത്. അവളെ തൊടുന്നതിനോ അവളെ കെട്ടിപ്പിടിക്കുന്നതിനോ അവളുമായിട്ട് നല്ല ഇൻറ്റിമേറ്റ് ആയിട്ട് പെരുമാറുന്നതിനോ അവൾ എവിടെയും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. ആക്സിഡൻ്റലി ഒരാളെ തോളി പിടിക്കുന്നത് ഓക്കെ, മുടിയിൽ പിടിച്ച് വലിക്കുന്നത് ഓക്കെ, നീ കാലി പിടിച്ച് വലിക്കുന്നത് ഓക്കെ, വയറ്റിൽ പിടിച്ച് വലിച്ചതിൽ അവൾക്ക് സംശയം തോന്നിയതിൽ ഒരു തെറ്റുമില്ല. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ആ പെണ്ണിന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഈ ആങ്കർ പ്രസ്താവിക്കാൻ ശ്രമിക്കുന്നത് അവൾ മിസ്റ്റേക്ക് എന്നും മൊത്തത്തിൽ ലേഡീസിന് ഈ വക തോട്ട്സ് ഉള്ള ലേഡീസ് എല്ലാം മിസ്റ്റേക്ക് എന്നുമാണ് പറയുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ പെൺകുട്ടികൾക്ക് പാതിരാത്രി ഇറങ്ങി നടക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇതുപോലുള്ള തോട്ടുള്ള പെണ്ണുങ്ങൾ തന്നെയാണ് കുഴപ്പം.
അവൾ ഇറങ്ങിപ്പോയാൽ അവളെ ആ രീതിയിൽ നോക്കരുതെന്ന് നമ്മുടെ ആൺമക്കളോട്, നമ്മുടെ വീട്ടിലെ ആണുങ്ങളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നീ ഒരു പെണ്ണിനെ അവഹേളിക്കുമ്പോൾ ആ പെണ്ണിൻ്റെ മുഖത്ത്, കണ്ണുകളിൽ നീ എന്നെ കാണണം. നീ എന്നെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. നീ ലോകത്തേത് ക്രൈം ചെയ്തു വന്നാലും ഞാൻ കാണും. പക്ഷെ ഒരു പെണ്ണിനെ അപമാനിച്ചിട്ട് എൻ്റെ വീട്ടിൽ വന്നാൽ പറ്റില്ല എന്ന് പറയാൻ തക്ക പ്രാപ്തിയുള്ള ഒരമ്മ, ഒരു സഹോദരി, ഭാര്യ ആരായിരുന്നാലും ഉണ്ടെങ്കിൽ അവൻ അതിൻ്റെ മുകളിലേക്ക് പോകില്ല, തെറ്റിലേക്ക് പോവില്ല. ഒരു പെണ്ണിനെ അവൻ അവമാനിക്കത്തില്ല. ഒരു പെണ്ണിനെ അടിക്കാനോ അല്ലെങ്കിൽ ചീത്ത പറയാനോ, നാക്ക് പൊങ്ങുമ്പോഴോ കൈ പൊക്കുമ്പോൾ അവൻ്റെ ഓർമ്മ വരേണ്ട അവൻ്റെ അമ്മയായിരിക്കണം, അല്ലെങ്കിൽ അവൻ്റെ സഹോദരി, മകളോ ഒക്കെ ആയിരിക്കണം. ഇത് എൻ്റെ സഹോദരിയെ പോലൊരു സ്ത്രീയാണ് എന്ന് ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പെണ്ണും ചെയ്യത്തില്ല, മാക്സിമം ടോളറേറ്റ് ചെയ്യും. പെണ്ണുങ്ങൾ മുൻപോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈക്വാലിസം വേണമെന്നുണ്ടെങ്കിൽ, ഭരണഘടനയിൽ 47 ഉണ്ടാക്കിയ സ്വാതന്ത്ര്യത്തിന് ശേഷം കിട്ടിയ ഭരണഘടനയിലുള്ള സമത്വം നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ സമത്വം ഉണ്ടാക്കിയെടുക്കാൻ സ്ത്രീകൾക്കൊപ്പം, സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ നിൽക്കണം. അല്ലാതെ ഇത് ശരിയാവത്തില്ലെന്ന് ഈ പെണ്ണുമ്പുള പറഞ്ഞു വെക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഇവൾ മൊത്തം മുഴുക്ക റോങ് ആണെന്നാണ്. എവിടെ റോങ് ആണ്? മസ്താനി എവിടെയാണ് റോങ്? മസ്താനിക്ക് അത് ഫീൽ ചെയ്ത കാര്യമല്ലോ. ഷീ ഫീൽസ് അതങ്ങനെയാണ്. ഇനി നാളെ ഒരുത്തം കയറി വയറ്റി പിടിച്ചാലും ഷീ ഡോണ്ട് ഫീൽ എനിത്തിങ്. ഓ ഇറ്റ്സ് ഓക്കെ. അത് ഇഷ്ടമില്ലാത്തവർ പിടിക്കുമ്പോൾ ഇഷ്ടമില്ല എന്നുള്ളത് നോ മീൻസ് നോ എന്നാണ് അർത്ഥം. നിങ്ങൾക്കത് ഓപ്പൺ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, പുരോഗമനവാദം എന്ന പേരിൽ ഓപ്പൺ സെക്സ് ഇഷ്ടപ്പെടുന്ന കുറെ വൃത്തികെട്ട ജന്മങ്ങളുണ്ട്. അവർക്കിത് ഓക്കെ ആയിരിക്കാം. അങ്ങനെ അല്ലാത്തവർക്ക് ഇത് ഓക്കെ അല്ല. അത് മനസ്സിലാക്കുക. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അവന്റെ പെർമിഷൻ ഇല്ലാതെ തൊടുന്നത് തെറ്റ്, 100% തെറ്റ്. ആ തെറ്റിനെ ഇവിടെ ഏറ്റവും വലിയ ക്രൈമായി ഡിറ്റക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ സ്ത്രീകൾ പോയി വെർബലി, ഇപ്പൊ ഒരു എവിഡൻസ് പോലും കൊടുക്കേണ്ട, ജസ്റ്റ് പറഞ്ഞാൽ കേസ് എടുക്കണം എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഇത്രയും വലിയൊരു ഷോയ്ക്കകത്ത് ഇത്രയും വലിയൊരു ഹ്യൂമിലിയേഷൻ നടന്നിട്ട് ആ പെൺകുട്ടിയെ ഹ്യൂമിലിയേറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറക്കി വിട്ടിട്ട് അതൊരു പ്രൗഡായിട്ട് വീഡിയോ എടുത്ത് പ്രദർശിപ്പിക്കുന്ന ഏഷ്യാനെറ്റ് പോലുള്ള ഒരു ചാനലിൻ്റെ ക്രെഡിബിലിറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. ആൻഡ് സെക്കൻഡ് തിങ്, അവളെ അവിടെ നിന്ന് ഇറക്കി വിടുമ്പോൾ അവർ കാണിച്ച ഒരു പേക്കൂത്ത്, എന്ത് കർമ്മ, വാട്ട് യു മീൻ ബൈ കർമ്മ? അത് അവൾ പറഞ്ഞിട്ടുണ്ട്. അവൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്. അവനെ പറഞ്ഞു വിടുമ്പോഴും പറയുന്നുണ്ട് അവനിത് ഡിസേവ് ചെയ്യുന്നു. നെക്സ്റ്റ് വീക്ക് ഞാൻ പോയാലും എനിക്കൊരു കുന്തവും ഇല്ല, പക്ഷെ ഇത് ഞാൻ ചെയ്യും. അതാണ്, അങ്ങനെയാണ്. അല്ലാതെ അവിടെ നിന്നുകൊണ്ട് ഡ്രാമ കാണിക്കുകയല്ലേ വേണ്ടത്. അവൻ പോയി എന്ന് പറഞ്ഞ് കരയാൻ എന്തെന്ന്? മാപ്പിള ഇറങ്ങിപ്പോയോ, അച്ഛൻ ഇറങ്ങിപ്പോയോ, എന്തിന് കരയണം? അങ്ങനെയാണ് ചെയ്യേണ്ടത്. അവൾ പെണ്ണൊരുത്തിയാ, അന്തസ്സായിട്ട് ഇറങ്ങി വന്നു. 2 വീക്സ്, അങ്ങനെ 2 വീക്സ് അവൾ റിമാർക്കബിൾ നോട്ട് അവിടെ ഇട്ടിട്ടാ വന്നത്. അത് കറക്റ്റായിട്ട് അവൾ അവിടെ പെർഫോം ചെയ്തിട്ടാ വന്നത്. ഏത് കാലത്ത് ബിഗ് ബോസ് എടുത്താലും മസ്താനി ഇവിടെ രേഖപ്പെടുത്തി വെച്ച സാധനമാ. ലക്ഷ്മി, മസ്താനി, അനു ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അവർ പെണ്ണുങ്ങളാണെന്ന്. നല്ല ഉശിരുള്ള, തൻ്റെ ഇടമുള്ള പെണ്ണുങ്ങളാണെന്ന് എഴുതി വെച്ചിട്ട് അവർ ഇറങ്ങുന്നത്. അല്ലാതെ ഒരേ കട്ടിലിൻ്റെ അടിയിൽ കയറി ഉമ്മ കൊടുത്തും നക്കാനും തുടയ്ക്കാനും പിടിക്കാനും കൊടുത്തിട്ട് ആവശ്യം സാധിച്ചെടുക്കുന്ന ജിസേലിനെ പോലുള്ള 3rd ക്ലാസ് വിമണല്ല. അതാണ് പെണ്ണ്, ഇതാണ് പെണ്ണ്, ഇതിനെയാണ് പെണ്ണെന്ന് പറയുന്നത്. ഇതാണ് ക്വാളിറ്റി. ഇതിനെ കുലസ്ത്രീ എന്നല്ല പറയാ, സ്ത്രീത്വം എന്നാ പറയാ. ഇതാണ് സ്ത്രീത്വം, ഇതാണ് വ്യക്തിത്വം. നിന്റെ എബിലിറ്റിക്കാണ് മാർക്ക്. അല്ലാതെ നിന്റെ സാധനം കണ്ടും നിന്റെ ചേലും ചന്തവും കണ്ടും നിനക്ക് സപ്പോർട്ട് പറയുന്നതിനല്ല ഈ സ്ത്രീത്വം എന്ന് പറയുന്നത്. പെണ്ണിന് ഒരുങ്ങാനുള്ള ഈ ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെ സൊസൈറ്റിയാണ്. നമ്മൾ 2 കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന ആണിനെയും പെൺകുട്ടിയെ കരി വരച്ച് പൊട്ടുകുത്തി മുടി വളർത്തി പൂവ് വെച്ച് ഒരുക്കി ചന്തമാക്കി ഇടും. ആൺകുട്ടീനെ ഇതൊന്നും ചെയ്യത്തൂല്ല. അത് ആ രീതി വളർന്നു വരുമ്പോൾ കുട്ടിക്ക് അങ്ങനെ തോന്നുന്നു, അത്ര തന്നെ. ഇപ്പൊ അതേപോലെ ട്രാൻസ് വിഭാഗം അവരെ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹലോ, കരിയർ ഡെവലപ്പ് ചെയ്യൂ, അതല്ലേ വേണ്ടത്. ഇനി പകരം ചാന്ത് പൊട്ടുകൾ വന്ന് കാണിക്കുന്ന വേലകൾ കണ്ടിട്ടില്ലേ? അതാണോ പെണ്ണ്? അതാണോ സ്ത്രീത്വം? എനിക്കറിയത്തില്ല. ഇതൊക്കെ ഒരുപാട് ചർച്ചയ്ക്ക് വരേണ്ട വിഷയങ്ങളാണ്. എനിക്കിതിങ്ങനെയാണ് മനസ്സിലായത്. മസ്താനിയെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഷോ ചെയ്തതെങ്കിൽ റിയലി ഞാൻ പറയുന്നു, യഥാർത്ഥ പെണ്ണിന് മസ്താനിയെ മനസ്സിലാകും. മസ്താനി ചെയ്ത ബാക്കിയൊന്നും ഞാൻ ഇതിനകത്ത് എടുക്കുന്നില്ല. അതായിട്ട് സ്പെസിഫിക് ഇൻസിഡന്റ്, ഒന്നിലുമായിട്ടുള്ള ആ സ്പെസിഫിക് ഇൻസിഡന്റിൽ മസ്താനി കറക്റ്റാണ്. മസ്താനി വാസ് ഭയങ്കര റൈറ്റാണ് അവൾ പറഞ്ഞിട്ടുള്ളത്. അവളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കുകയാണ് ബിഗ് ബോസ് ടീം ചെയ്തിട്ടുള്ളത്. അതിനെ ഒരു പെണ്ണിനെ തന്നെ അവർ കരുവാക്കി എന്നുള്ളതാണ്. ആ ഇരുന്നുകൊണ്ട് മൃണാളിന്റെ വൈഫാണെന്നാണ് ഞാൻ കമന്റിൽ കൂടെ മനസ്സിലാക്കിയത്. റിയലി ഫീൽ സാഡ് ഫോർ യു, സീരിയസ്ലി. ഗുഡ് ഫോർ നത്തിങ് ലേഡിയാണെന്ന് എനിക്ക് വാക്കുകളില്ല, സീരിയസ്ലി. അത് വരുത്തി തീർക്കാനും അവൾ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഇറക്കാനും അവൾ ആ ബോൾഡ്നെസ് ഉണ്ടല്ലോ. ആ ഇന്റർവ്യൂ നിങ്ങൾ യു ഷുഡ് വാച്ച്. എൻ്റെ നല്ല അതിൽ പോയി കാണുക. സീരിയസ്ലി ആ പെണ്ണ് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അവളൊന്നും വിട്ടുകൊടുക്കുന്നില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇവളെ എന്ത് അലിഗേഷനും അവൾ തട്ടിക്കളയുന്നുണ്ട്. ഇല്ല, ഞാൻ എൻ്റെ ഭാഗത്ത് കറക്റ്റാണ്.
എനിക്കിത് തന്നെ പറയാനുള്ളതെന്ന്. അത് അവള് എയർപോർട്ടിൽ വന്നപ്പം ഈ മീഡിയാസിനെ ഫേസ് ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു തന്നെ. നിങ്ങൾ ഉറച്ചു നിൽക്കൂ കുട്ടികളെ, നിങ്ങൾ എന്ത് പറഞ്ഞോ അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കൂ. നിങ്ങളുടെ ബോധ്യമാണത്. അത് മറ്റുള്ളവർ കെയർ ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇപ്പം ഞാൻ പറയുന്നത് എല്ലാവരും അംഗീകരിക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ബോധ്യങ്ങളാണ്, എൻ്റെ ബോധ്യങ്ങൾ തന്നെയാണ്. ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കും. ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും. എൻ്റെ നിലപാടാണത്, എൻ്റെ ശരികളാണത്. എൻ്റെ ശരികളല്ലെന്ന് പറയാൻ നിങ്ങൾ എൻ്റെ തെറ്റ് കാണിച്ചു തരണം. എൻ്റെ തെറ്റ് കാണിച്ചു തരാത്തിടത്തോളം എൻ്റെ നിലപാടുകൾ എൻ്റെ ശരികളാണ്. അങ്ങനെ ഉറച്ചു നിൽക്കണം നിങ്ങൾ. ആരെ ഭയക്കുന്നു? പോകട്ടും പുല്ല്, അങ്ങനെ വിചാരിക്കണം. ആ തോട്ട് അവൾക്ക് ഉണ്ടായിരുന്നു. അവളെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് ഇറക്കുമ്പോൾ സ്ത്രീകൾക്ക് കൊടുത്ത ഒരു ഇതുണ്ടല്ലോ, അത് തെറ്റാണ്. അതിൻ്റെ മറ്റൊരു ഫലമാണ് രണ ഫാത്തിമയിൽ കൂടെ നമ്മൾ കണ്ടത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുകയും വേണം. നന്ദി.